ശ്രുതിയെ കൊള്ളായിരുന്നു കേട്ടോ. താങ്ക് യു സർ. നന്നായിരുന്നു. നല്ല പ്രസന്ന വദനയായി കാണപ്പെട്ടു. ചിരിയൊക്കെ കൊള്ളായിരുന്നു. പാട്ട് നല്ല എന്താണ് സേഫ് സൈഡ് എപ്പോഴും ശ്രുതി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും വോയിസ് നല്ല ഡെപ്ത് ഉണ്ടായിരുന്നു. നല്ല പവർഫുൾ ആയിട്ടുള്ള വോയിസ് ആയിരുന്നു. പിന്നെ പറയത്തക്ക ഒരു തെറ്റും പാട്ടുകളില്ല. കാര്യം വെച്ചാൽ ഈ പാട്ടിന്റെ ഒറിജിനൽ റെക്കോർഡ് സംഭവം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ അതെല്ലാം കറക്റ്റായിട്ട് ശ്രുതി മെയിൻറ്റെയിൻ ചെയ്തു. നല്ലൊരു ഉണർവ് ശ്രുതിയിൽ കാണുന്നു, ഒരു പുത്തൻ ഉണർവ്. എന്തായാലും നല്ലൊരു പോസിറ്റീവ് വൈബ്രേഷൻ ശ്രുതിയുടെ പെർഫോമൻസിലുണ്ട്. എല്ലാം ബെറ്റർ ആയിരുന്നു. പിന്നെ ഈ പാട്ടിൽ അതുപോലെ റിതം നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. എന്താണ് പക്ക 6/8 കറക്റ്റ് എന്താണ് നല്ല പിടുത്തം ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടും കൊള്ളാം കേട്ടോ. ശ്രുതി ചേച്ചി, എനിക്കും ഇഷ്ടമായി ഇന്നത്തെ പാടിയത് കേട്ടോ. ഇന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലം ഇളമാൻ കണ്ണേ എന്ന് വരുന്ന സ്ഥലത്ത് ഫസ്റ്റ് ചരണത്തിന്റെ സെക്കൻഡ് ഹാഫ്, അവിടെയൊക്കെ നല്ല ക്ലീൻ ആയിട്ട് നന്നായിട്ട് പാടി ആ പോർഷനൊക്കെ. പിന്നെ നല്ല കാണാൻ രസമുള്ള കൊച്ചു കൊച്ചു മൂവ്മെന്റ്സ്. പിന്നെ വളരെ പ്ലസന്റ് ആയിരുന്നു. കണ്ടോണ്ടിരിക്കുന്നവർക്കും അതൊരു സുഖമായിരുന്നു തീർച്ചയായിട്ടും. പുലരാറായി എന്ന് പറഞ്ഞ സെക്കൻഡ് ചരണത്തിലുള്ള ആ സംഗതിയുടെ ക്ലാരിറ്റി കുറച്ച് കുറവായിരുന്നു. ഫസ്റ്റ് ചരണത്തിൽ ഒരു സ്ഥലത്ത് ചെറിയതായിട്ടൊരു സ്ക്രാച്ച് തോന്നിയിരുന്നു. ഫസ്റ്റ് ചരണത്തിൽ മാത്രം, പിന്നെ ഒരിടത്തും തോന്നിയില്ല. കുറച്ച് കൺട്രോൾഡ് ആവുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്കിന്ന് ഇഷ്ടമായി ഇന്നത്തെ പെർഫോമൻസ്. നന്നായിട്ട് പാടി. ശ്രുതി, ഒരിക്കൽ പാട്ട് തുടങ്ങി ഉടനെ നിർത്തിപ്പോയി. അന്ന് അടിപൊളി പാട്ട് കാണിക്കാൻ പറ്റാതെ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ സ്റ്റേജിൽ വന്ന ശ്രുതി ഇന്നതിന് ഡബിൾ എനർജിയിൽ വന്ന് തെളിയിച്ചിരിക്കുന്നു. വളരെ ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ശ്രുതിയുടെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് മാറി പാടുന്നത് ഈ ലോ രജിസ്റ്റർ വളരെ സ്ട്രോങ് ആയി പ്രൂവ് ചെയ്തു. അത് തന്നെ ഈ ലോ രജിസ്റ്ററിൽ തന്നെ ഇടയ്ക്ക് സോഫ്റ്റ് ആയിട്ടും പാടി, പവർ സിംഗിങ്ങും ചെയ്തു. രണ്ടും തമ്മിലുള്ളൊരു ബാലൻസ് കഴിയുന്നത് നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. ചില സ്ഥലത്ത് വളരെ ഹസ്കി ആയിട്ട് പാടുന്ന സ്ഥലത്ത് അങ്ങനെ തന്നെ പാടി. എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ ഒരു എക്സ്പെരിമെന്റൽ ആയിട്ടുള്ളൊരു അപ്രോച്ചായിരുന്നു ശ്രുതിയുടെ ഇങ്ങനത്തെ ഒരു സിംഗിങ്. കാരണം കൂടുതൽ മെലഡിയാണ് കേട്ടിട്ടുള്ളത് അല്ലേ? അടിപൊളി മുമ്പ് ഇവിടെ പാടിയിട്ടുണ്ടോ? ഫസ്റ്റ് ഹിന്ദി ഫാസ്റ്റ് റൗണ്ടിൽ അതേതായിരുന്നു അന്ന് പാടിയിരുന്നത്? ക്രേസി ക്യാരി ഏതാണ്ട് ഇതേ ടൈപ്പ് ടെക്സ്ചർ തന്നെയായിരുന്നു വോയിസ്. എന്നാലും ഇതൊരു ഫോക്കിന്റെ ആ ഒരു എക്സ്പെരിമെന്റൽ അപ്രോച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പാട്ട് തീരുന്നിടത്ത് ബ്രില്യൻ സൈൻ ഓഫ് ആയിരുന്നു. ഒരു ചമ്മല് ഒന്നുമില്ലാതെ ലോകത്തിന് മുഴുവൻ ഒരു ഉമ്മയും കൊടുത്ത് തീർത്തു. അത് കഴിഞ്ഞിട്ട് കുറെ നേരം നാണിച്ചിരുന്നെങ്കിൽ പോലും ആ ഒരു മൊമെന്റ് വളരെ കറേജിയസ്ലി ഒരു പെർഫോമറായിട്ട് സ്റ്റേജിൽ മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിച്ചതെല്ലാം വളരെ പ്രൊഫഷണൽ, വെരി നൈസ്. പിന്നെ എനിക്ക് പ്രശ്നങ്ങളായിട്ട് തോന്നിയത് പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പോഴും എവിടേക്കോ എന്തോ ഒരു ഒതുക്കം അറിയാതെ വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു പാട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നും നോക്കണ്ട, അവസാനം സൈൻ ഓഫ് ഇത്രയും നന്നായിട്ട് ഇന്റർനാഷണൽ സ്റ്റൈലിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ അതിന്റെ ഇടയിലൊക്കെ എന്തിനാണ് ഇത്രയും മടിക്കുന്നത്? 2-3 സ്റ്റെപ്പൊക്കെ ഗ്രേസ്ഫുൾ ആയിട്ട് ചെയ്യണമെങ്കിൽ മടിക്കണ്ട. കാരണം പാട്ട് കയ്യിൽ വെച്ചുകൊണ്ട് അതൊക്കെ ചെയ്യണം. അതുകൊണ്ട് ശ്രുതി ചെയ്യുമ്പം ചേരുന്നുണ്ട്, ബോറാവുന്നില്ല. ആർട്ടിഫിഷ്യൽ ആവാൻ നോക്കുന്ന മാതിരി ചില സ്ഥലത്ത് ചമ്മൽ വരുമ്പോഴാണ് തോന്നുന്നത്. നാച്ചുറൽ ആയിട്ട് ചെയ്യുമ്പം വളരെ നന്നായിട്ട് വരുന്നുണ്ട്. സോ കീപ് ട്രൈങ്, ജസ്റ്റ് കൾച്ചർ ഇറ്റ് പ്രോപ്പർലി. നല്ല ട്രെയിനിങ്ങും കഴിയുന്നതും ശ്രുതി തന്നെ മിറർ നോക്കി ജസ്റ്റ് സീ ഹൗ യു ലുക്ക് ലൈക്ക് വെൻ യു പെർഫോം, എന്നിട്ട് അതിനൊരു കൺട്രോൾ വരുത്തണം. എനിക്ക് പാടിയ കാര്യത്തിൽ പല്ലവിയുടെ സെക്കൻഡ് ഹാഫ് താനേ തനന താന ഏതാ നോട്ട് അതാണോ അല്ല വേറെ എന്തെങ്കിലും ആണോ പാടിയത്? ശ്രുതി അതെയോ? അതാണോ? ആ നോട്ട് ഗ ഏതാന്ന് കറക്റ്റ് ആയിട്ട് പലയിടത്തും മനസ്സിലാവുന്നില്ല. അത് കുറച്ചും കൂടിയും അത് ശരിക്കും കേൾക്കുന്ന രീതിയിൽ പാടും. ഇപ്പോഴും ഒരു മ്യൂസിക് ഇല്ലാതെ പാടുമ്പോഴും എനിക്ക് കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പം ശ്രുതി ആ ഒരു സ്ഥലത്ത് കോൺഫിഡൻസ് വരാനുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ പാട്ടിൽ വളരെ ചെറിയ പ്രശ്നങ്ങൾ. ഈ പാട്ട് ആസിറ്റസ് ജാസി പറഞ്ഞതുപോലെ ഇങ്ങനെയാണ് ഈ പാട്ട്, പക്ഷേ ഈ പറഞ്ഞ നോട്ട് ക്ലിയർ ആയിട്ട് അതിൽ മനസ്സിലാവുന്നുണ്ട്.
Anyways, I've liked your performance very much and you are showing really good signs of improvement. Keep it up. താങ്ക് യു സർ. ശ്രുതി ചേച്ചി കൊടുകൈ. താങ്ക് യു. സൂപ്പർ. അയ്യോ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ശ്രുതി ഈ ഷോയില് വരുന്നതിന് മുമ്പ് ഇപ്പോ നേരത്തെ പറഞ്ഞു ക്ലാസിക്കൽ സോങ്സ് മാത്രം കൂടുതൽ പാടിയിരുന്നത്. അത് കഴിഞ്ഞ് ഇതിൽ വന്നേ പിന്നെയാണ് ഫിലിം സോങ്സ് ഒക്കെ പാടാൻ തുടങ്ങി. അങ്ങനെയുള്ള ശ്രുതി ഇങ്ങനെ സ്റ്റേജിൽ വന്ന് ഇങ്ങനെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കണമെങ്കിൽ ശരിക്കും ഹാറ്റ്സ് ഓഫ് ടു യു ഫോർ ദാറ്റ്. താങ്ക് യു സോ മച്ച്. പിന്നെ ലാസ്റ്റത്തെ ഉമ്മ അയ്യോ ഭയങ്കരമായിരുന്നു കേട്ടോ. ശ്രുതിയുടെ പെർഫോമൻസിന് എത്ര മാർക്ക് കിട്ടി ചോദിക്കാം. ആദ്യം ചേച്ചി ഔട്ട് ഓഫ് 40. 32. താങ്ക് യു. 32 ഔട്ട് ഓഫ് 40. ജാസിയേട്ടാ 22. 22 ഔട്ട് ഓഫ് 30. ദീപകേട്ടാ ഞാനും 22. 22 അഗൈൻ. അപ്പോ ശ്രുതിയുടെ മലയാളം ഫാസ്റ്റ് സോങ്സ് റൗണ്ടിൽ ജഡ്ജസ് നൽകിയിരിക്കുന്നത് 76 മാർക്സ്. ഹാപ്പിയാണോ? ഹാപ്പി. കുറച്ചുകൂടെ കിട്ടും എന്ന് വിചാരിച്ചിരുന്നോ? ഇല്ല, കഴിയുന്നത്ര പാടിയുണ്ട്, അതിന് വേണ്ടത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഡിസേർവിംഗ് മാർക്സ് ആണെന്ന് തോന്നുന്നുണ്ട്. ഓൾ റൈറ്റ്. അപ്പോ എന്തായാലും നല്ല ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു ശ്രുതിയുടെ. തീർച്ചയായിട്ടും കണ്ടവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. സോ ഡോണ്ട് വേസ്റ്റ് എനി മോർ ടൈം. ശ്രുതിക്ക് വേണ്ടി വോട്ട് ചെയ്യുക. വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് 2CR space Shruti SRUTHI. താങ്ക് യു.